ഡാമിൽ നിന്ന് നേരെ കയറി ഞങ്ങളിതാ ഹിൽ വ്യൂ പാർക്കിലേക്ക് പോവുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ലച്ചുവും മീനും കുഞ്ഞനും പിന്നെ അയ്യപ്പനും ഞാനും മനുവേട്ടനും വേണുവും വീണയും ഒക്കെ കൂടി ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ. ഇപ്പം എന്താ പറയണതെന്നറിയോ, ഇവർ യുവമിഥുനങ്ങളായിട്ട് എന്താ കൈയൊന്നും പിടിച്ച് പോകാത്തതെന്ന് ഞങ്ങളവരെ കളിയാക്കുകയായിരുന്നു. അവർക്ക് ഞങ്ങൾ കൂടെ ഉള്ളതിൻ്റെ ഒരു ചമ്മലാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നും ചമ്മണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻ ഇടയ്ക്കൂടെ എങ്ങോട്ടോ ഇറങ്ങി പോകുന്നുണ്ട്. അയ്യപ്പൻ അങ്ങനെയാണ്. ഇവിടെ ഇതുകൂട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്താലേ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഇരിക്കാനൊരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നടപ്പാതയൊക്കെ ആണെങ്കിലും ഫുള്ള് കല്ലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയ നടപ്പാത. അങ്ങനെ നമ്മൾ മുകളിലെത്തി. മുകളിലിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. അതിനേക്കാളും നല്ല നല്ല കാഴ്ചകളാണ്. കാരണം നമുക്ക് ആർച്ച് ഡാമും ചെറുതോണി അണക്കെട്ടും നമുക്ക് നല്ല പോലെ കാണാൻ പറ്റും കേട്ടോ. പണ്ട് ഈ ചെറുതോണി ഡാം എവിടെയാണെന്ന് ചോദിച്ച് എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ ഇടുക്കിയിൽ ജനിച്ചു വളർന്നിട്ട് ഇടുക്കി ഡാം എന്ന് പറഞ്ഞ് ഞാൻ എന്നും ഈ ഇടുക്കി ഡാമിൻ്റെ ഫ്രണ്ടിൽ കൂടെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പോലും ചെറുതോണി ഡാം എവിടെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇടുക്കി ആർച്ച് ഡാം. അതിൻ്റെ നേരെ അപ്പുറത്തെ കെട്ടാണ് ചെറുതോണി ഡാം. ഇനി ഒരു കെട്ടും കൂടി ഉണ്ട്, കുളമാവിലെ. അങ്ങനെ 3 കെട്ട് കൂടിയതാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ഡാം. അപ്പോൾ നമ്മൾ ഹിൽ വ്യൂ പാർക്കിലൂടെ ഇങ്ങനെ പോവുകയാണേ. വൈബ്സ് ഓഫ് ഇടുക്കി എന്ന് പറഞ്ഞ പുതിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരോട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നു പോയപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്. നമുക്കൊന്ന് ദാഹിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സും വെള്ളമൊക്കെ നമുക്ക് ഇവിടുന്ന് കുടിക്കാം കേട്ടോ. ചാർജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ ചാടുന്നൊരു സംഭവം കണ്ടു. അയ്യപ്പന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയ്യപ്പൻ അതിൽ എന്നെ കയറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ വലിയ കുട്ടിയായി, അതുകൊണ്ട് അത് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് ദേഷ്യപ്പെട്ട് നടക്കുന്നതാണ് കേട്ടോ. കൈ കാണുന്നത് ശരിക്കും ദേഷ്യം വന്നു. അമ്മ ഞാൻ അത്ര വലിയ കുട്ടിയൊന്നും ആയിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. അപ്പൊ അങ്ങനെ പോവുകയാണ് അയ്യപ്പൻ. അപ്പൊ ഞങ്ങൾ പിന്നെ വന്നിട്ട് ഇവിടെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് അങ്ങനെ ബോട്ടിംഗ് ഒന്നും നടത്തുന്നില്ല. ഇത് സിബ് ലൈനാണേ. സിബ് ലൈൻ ഇങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞ തവണ സിബ് ലൈനിൽ കയറി ലച്ചു കയറിയപ്പം ലച്ചുന് ചെറിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ചുണ്ടൊക്കെ പൊട്ടി. അതുകൊണ്ട് ഞങ്ങൾ അതിലോട്ടൊന്നും പോയില്ല. അഡ്വഞ്ചർ പാർക്കാണ് മോളിൽ കാണുന്നത്. അഡ്വഞ്ചർ പാർക്കിലോട്ട് നമ്മൾ തൽക്കാലം പോയില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ഹിൽ വ്യൂ പാർക്കിലെ വേറൊരു പ്രത്യേകതകളിലൊന്നാണ് ഇതുപോലെ കുറേ ഹട്ടുകൾ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ടേ. നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനും അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിനും അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെഡിങ് ഫോട്ടോഷൂട്ടോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഫോട്ടോഷൂട്ട്സിനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ചെയ്യുകയും ചെയ്യാം നമുക്കിവിടെ. അതിനെന്തോ ചെറിയ ഫീസ് അടയ്ക്കണം തോന്നുന്നു താഴെ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുട്ടികൾക്കുള്ള പാർക്കാണ് ഇവിടെയൊക്കെ ഉള്ളത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇതിലൊക്കെ കയറാവുള്ളൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹിൽ വ്യൂ പാർക്ക്. ഒരുപാടൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണം എന്നൊന്നും വിചാരിച്ചില്ല. അവിടെ ചെന്നപ്പോൾ ചെറിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് കാണാൻ വേണ്ടിയൊക്കെ ഞാൻ എടുത്തു വെച്ചതാണേ. വീണ്ടും വന്നു നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് നമ്മൾ വീണ്ടും വന്നു. വെള്ളം കിടക്കുന്നതിൻ്റെയൊക്കെ ഒരു ഭംഗി നിങ്ങൾ കണ്ടില്ലേ? നല്ല രസമായിട്ട് വെള്ളം കിടക്കുന്നുണ്ട്. നമ്മുടെ ആർച്ച് ഡാമാണ് കാണുന്നത്. ആർച്ച് ഡാമിന്റെ 2 സൈഡിലും കാണുന്ന ഈ മലകൾ കുറവൻ മലയും കുറുത്തിമലയാണ്. അപ്പൊ പൊക്കം കുറഞ്ഞത് കുറവൻ മലയും പൊക്കം കൂടിയത് കുറുത്തുമലയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുറവൻ മുട്ടുകുത്ത് നിൽക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ മുകളിൽ പോയിട്ട് അഡ്വഞ്ചർ പാർക്കിലെയാണ്. ഞാൻ അഡ്വഞ്ചർ പാർക്കിന്റെ ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്